നല്ലൊരു മനുഷ്യനാ മാധവ നമ്പ്യാർ. നല്ല അന്തസ്സോടെ ജീവിക്കുന്ന ഒരാൾ. അതെ. അയാൾക്ക് ഇങ്ങനെ നെറുകെട്ട 2 മക്കളുണ്ടായി പോയല്ലോ, അതും പെൺമക്കൾ. അവൾ ഇനിയും വെല്ലുവിളി കൊണ്ട് വരില്ലെന്നാ എന്റെ വിശ്വാസം. ഏയ്, അവൾ ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നേരെ വരും. അവളുടെ ലക്ഷ്യം അത് തന്നെയല്ലേ. എല്ലാവരും ഊണും കഴിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ദേ കൊച്ചവിടെ കിടന്ന് ഛർദിക്കുന്നു. അയ്യോ അമ്മേ, മോളെ, അയ്യോ എന്റെ കുഞ്ഞ്. മോളെ, മോളെ, മോളെ. എവിടെ? അയ്യോ, എന്താ നോക്കട്ടെ. എന്താ മോളെ, എന്താ എന്താ പറ്റിയത്? കുഞ്ഞിനെന്താ പറ്റിയത്? അമ്മേ, എന്റെ കുഞ്ഞ്. അവിടെ മുഴുവനും കുഞ്ഞ് ഛർദിച്ചു വെച്ചിരിക്കുക. ഇതിനെ ആര് നോക്കാനല്ലേ? മിണ്ടാതിരിക്കടി അവിടെ. അവളൊരു കുറ്റപ്പെടുത്തലുകാരി വന്നിരിക്കുന്നു. കാർത്തി, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഒരു പീഡിയാട്രിസ്റ്റിനെ കാണിക്കണം. ആ, അതെ. മീനാക്ഷി, കുഞ്ഞിനെ കൊണ്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അത് വേണ്ട വല്യമ്മാവ, നിങ്ങൾ എല്ലാവരും കൂടി ഊണ് കഴിച്ചോ. ഞാനും മീനാക്ഷിയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വാ മീനാക്ഷി, വേഗം പോ. ഞാനും വരുന്നു. നീ എന്തിനു പോകുന്നു? കുഞ്ഞിനെ വളർത്തുന്ന മീനാക്ഷിയല്ലേ? കുഞ്ഞിനെ പ്രസവിച്ചത് ഞാനാ. പ്രസവിച്ചതുകൊണ്ട് അമ്മ എന്ന പേര് നിനക്കുണ്ട്, അതിനപ്പുറം നിനക്കൊന്നുമില്ല. കുഞ്ഞ് എന്റേതാ. കോടതി ഡിവോഴ്സ് തീർപ്പാക്കുന്നത് വരെ കുഞ്ഞിന്റെ മേൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഡേ, ഈ സമയത്തൊരു വഴക്കുണ്ടാക്കണ്ട മുത്തശ്ശി. ഹോസ്പിറ്റലിലേക്കല്ലേ, അവളും വരട്ടെ. അവള് കാറിന്റെ പിൻ സീറ്റിൽ ഇരുന്നോളൂ. വാ മീനാക്ഷി. അതെ, എന്റെ ഈശ്വര. ഈശ്വര, ദൈവമേ, ഡോക്ടർ, ടെൻഷനാകാതെ ആ ലാബ് റിപ്പോർട്ട് കൂടി ഒന്നിങ്ങ് വന്നോട്ടെ. ഡോക്ടർ. അപ്പോ അതാണ് പ്രശ്നം. കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡ്. കുട്ടിക്ക് മുലപ്പാലല്ലാതെ മറ്റെന്തെങ്കിലും കൂടി കൊടുക്കുന്നുണ്ടോ? കുട്ടിക്ക് ജനിച്ചപ്പോ മുതല് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നില്ല ഡോക്ടർ. പിന്നെ മിൽക്ക് പൗഡറാ കൊടുക്കുന്നത്, ടിൻ മിൽക്ക്. അതെന്താ, കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പില്ലേ? അയ്യോ, കുഞ്ഞിന്റെ അമ്മ ഞാനാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സർ. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഡോക്ടർ.
അപ്പോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. അതെ. പക്ഷേ ഇപ്പോൾ ടിൻ പാൽ കുഞ്ഞിന് അലർജി ആയിരിക്കുകയാണ്. അത് കൊടുത്താ കുഞ്ഞ് ഇനിയും വൊമിറ്റ് ചെയ്യും. അയ്യോ, മുലപ്പാലല്ലേ ഏതൊരു കുഞ്ഞിന്റെയും ആയുസിന്റെ അടിസ്ഥാനം. അത് ലഭ്യമാക്കാൻ സാഹചര്യം ഉണ്ടെങ്കിലും അത് ഒഴിവാക്കുന്നത് ബുദ്ധിപരമല്ല. കാര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലമാവുകയാണ്. അങ്ങനെ തന്നെ വരട്ടെ. കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവണമെങ്കിൽ മുലപ്പാൽ കുടിച്ച് തന്നെ വളരണം. മറ്റേതെങ്കിലും സ്ത്രീയുടെ മുലപ്പാൽ കൊടുത്താലോ? കുട്ടി പറഞ്ഞതിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ അത് വിചാരിക്കുന്നത് പോലെ പ്രാക്ടിക്കലാണോ? കുട്ടി വിശന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുലപ്പാല് കിട്ടുന്നത് അത്ര എളുപ്പമല്ലല്ലോ. മാത്രമല്ല, അത് കിട്ടിയാലും തരുന്നവരുടെ ആരോഗ്യനിലയൊക്കെ നമ്മൾ പരിശോധിക്കണ്ടേ? അവർക്ക് വല്ല രോഗങ്ങളോ മറ്റോ ഉണ്ടെങ്കിലോ? നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യനില ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ചുമതലയല്ലേ? മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ കിട്ടിവരുമ്പോഴേക്കും ഈ കുട്ടിയുടെ ആരോഗ്യനില വഷളാവും. ഡോക്ടർ, എത്ര തെറ്റുകാരിയാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയാ. കുഞ്ഞിന്റെ അസുഖം മാറേണ്ടതാണ് ആവശ്യം. കുഞ്ഞിന്റെ ജീവനല്ലേ ഡോക്ടർ വില? നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഒരു ഡോക്ടറുടെ എത്തിക്സ് വെച്ച് ഞാനൊരു അഭിപ്രായം പറയാം. കുഞ്ഞിന്റെ ജീവനാണ് ഇവിടെ വില. അതിനുവേണ്ടി കുടുംബ പ്രശ്നങ്ങളിൽ നിങ്ങൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോ ഇതല്ലാതെ മറ്റു ട്രീറ്റ്മെന്റുകളും ഇല്ല. കുട്ടിക്ക് പാൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിക്കുന്നേ? ഞാനിതിന്റെ അമ്മയല്ലേ. പിന്നെ പാൽ ഇതുവരെ കൊടുക്കാതിരുന്നതുകൊണ്ട് അളവ് കുറവായിരിക്കും. അതിന് ചെറിയൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വാട്ട് ഈസ് യുവർ ഡിസിഷൻ സർ? ആ കുട്ടി പാല് കൊടുക്കട്ടല്ലേ? കുഞ്ഞിനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഇവളെ എനിക്ക് കരയിപ്പിക്കണം. അതിനുവേണ്ടി ഞാനിതിന് പാല് കൊടുക്കും. കണ്ടില്ലേ, ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്, ഇതാണ് അതിന്റെ മെഡിസിൻ. ഇതാണ് മുലപ്പാൽ മൃതസഞ്ജീവനിയാണെന്ന് ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. മൈഥിലിയാണല്ലോ. ആ മൈഥിലി, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ സ്ഥലത്തേക്ക് ദൈവം നമ്മളെ അടുപ്പിക്കുക. ഗുഡ് ന്യൂസ് ആണല്ലോടോ. അതെ, ഗുഡ് ന്യൂസാ. എന്നാ സസ്പെൻസിൽ നിർത്താതെ കാര്യം വേഗം പറ. ഞാനും കാർത്തിയും മീനാക്ഷിയും കുഞ്ഞും കൂടി ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. എന്തിന്? കുഞ്ഞു വോമിറ്റിങ്ങോട് വോമിറ്റിംഗ്. ഇവിടെ കൊണ്ടുവന്നപ്പോ ഡോക്ടർ ഒരു നിർദ്ദേശം വെച്ചു. അതില് പെട്ടിരിക്കുക മീനാക്ഷിയും കാർത്തിയും. നീ കാര്യം പറ. പറയാം. പക്ഷേ ഇപ്പോൾ ടിൻ പാൽ കുഞ്ഞിന് അലർജി ആയിരിക്കുകയാണ്.
അത് കൊടുത്താ കുഞ്ഞ് ഇനിയും വൊമിറ്റ് ചെയ്യും. മുലപ്പാലല്ലേ ഏതൊരു കുഞ്ഞിന്റെയും ആയുസിന്റെ അടിസ്ഥാനം. അത് ലഭ്യമാകാൻ സാഹചര്യം ഉണ്ടെങ്കിലും അത് ഒഴിവാക്കുന്നത് ബുദ്ധിപരമല്ല. കുട്ടിക്ക് പാൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിക്കുന്നത്? ഞാനിതിന്റെ അമ്മയല്ലേ? വെരി ഗുഡ്. അപ്പോ കുഞ്ഞ് നമ്മുടെ കയ്യിലായി. ഇനി ആ വാളും കൂടി കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം നമ്മൾ ഈ നാട്ടിൽ നിന്ന് മുങ്ങും. നീ ധൃതി വെക്കാതെ. റിസ്ക് ഒന്നും വേണ്ട. എല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ആ, ബുദ്ധിയോടെ നീങ്ങില്ലെങ്കിൽ പെടും. അത് ഓർമ്മിച്ചോ. ഞാൻ ഫോൺ വെക്കുകയാണേ. ശരി. ഡോക്ടർ പറഞ്ഞതൊക്കെ വിശ്വസിക്കാനാവുമോ? അവരെന്താ അങ്ങനെ പറഞ്ഞത്? ഇത്രയും നാള് മുലപ്പാല് കുടിക്കാതെ എൻ്റെ കുഞ്ഞ് വളർന്നു. ഇനി മുലപ്പാല് കൊടുത്തേ പറ്റൂന്നൊക്കെ പറഞ്ഞ എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നേ? മീനാക്ഷിക്ക് വലിയ സങ്കടമുണ്ടാവും. എന്ത് പറഞ്ഞ ഇപ്പം ആശ്വസിപ്പിക്കാൻ, ഇവളെ സമാധാനിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് അവളുടെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യമാണ്. അതിൻ്റെ അസുഖം മാറാൻ എന്തും സഹിച്ചേ പറ്റൂ. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞതനുസരിക്കാതെ മറ്റു മാർഗവുമില്ല. മൈഥിലി കുഞ്ഞിന് പാല് കൊടുത്തതുകൊണ്ട് കുഞ്ഞ് അവളുടേതാവില്ലല്ലോ. അങ്ങനെ ദൈവം എൻ്റെ സഹായത്തിനായി വന്നു. മീനാക്ഷിയെ ഒതുക്കാനും അവളെ തോൽപ്പിക്കാനും എനിക്ക് പറ്റി. ഞാൻ പ്രസവിച്ചെങ്കിലും ഇത് ഈ കാർത്തിയുടെ കുട്ടിയാണ്. എനിക്കിതിനോട് യാതൊരു സെൻറ്റിമെൻസും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. പക്ഷേ ഈ കുട്ടിയുടെ മേൽ ഇതുവരെ എനിക്കില്ലാതിരുന്ന ഒരവകാശം ഇപ്പൊ കിട്ടി. ഇത് വെച്ച് ഞാൻ മുതലാക്കും. ഇപ്പം ഞാൻ ചെമ്പകമംഗലത്തെ അഭയാർത്ഥിയല്ല, ഇന്നു മുതൽ അകത്തമ്മയാണ്. കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് അവരെ കാണുന്നില്ലല്ലോ കൈമളേട്ടാ. നീ ടെൻഷൻ അടിക്കാതെ രാജലക്ഷ്മി. അവർ ഹോസ്പിറ്റലിലേക്കല്ലേ പോയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വരും. കുഞ്ഞുങ്ങളാകുമ്പം ഇങ്ങനെയുള്ള ബാലാരിഷ്ടകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു 4-5 വയസ്സ് വരെ അങ്ങനെയൊക്കെ തന്നെ. നീ കുഞ്ഞുങ്ങളെ വളർത്താവുന്നുമല്ലോ. 3 പേരെ വളർത്തി വലുതാക്കിയതല്ലേ. എന്തായടാ? വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ലല്ലോ. നീ ആരെയും വിളിച്ചത്? കാർത്തിയെയും മീനാക്ഷിയും വിളിച്ചു. രണ്ടുപേരും എടുക്കുന്നില്ല. ചിലപ്പോ അവര് തിരിച്ചു വരികയായിരിക്കും. ഏത് ഹോസ്പിറ്റലിലേക്ക് അവർ പോയിരിക്കുന്നത്? ഞാൻ അങ്ങോട്ടൊന്ന് പോയാലോ? ദേ വന്നല്ലോ.
എങ്ങനെയുണ്ട് മോളെ കുഞ്ഞിനെ? മോളെ മീനാക്ഷി, എന്താ എന്തു പറ്റി? കാർത്തി, എടാ കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന് അറിയാനാ ഞങ്ങൾ എല്ലാവരും ഇവിടെ ടെൻഷൻ അടിച്ചിങ്ങ് നിൽക്കുന്നത്. ഇതെന്താ മോനെ അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയത്? കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന് പറ മോനെ. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല വല്യമ്മാവ. പിന്നെ ആർക്കാ കുഴപ്പം? അതല്ല മുത്തശ്ശി, പരിഹരിക്കേണ്ട മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഹേയ്, ഇതെന്താ ഈ പ്രശ്നം? കാര്യം തുറന്നു പറഞ്ഞാലേ അത് മനസ്സിലാക്കാൻ പറ്റൂ. ഹോ, ഈ ഒഴിയാബാധ കാറി കയറിയപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും കുഴപ്പം ഒപ്പിക്കുമെന്ന്. എന്താടിയാ ഹോസ്പിറ്റലിലുണ്ടായത്? നിനക്ക് നാവില്ലേ? നാവൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെ ഇട്ട് വട്ട് കളിപ്പിക്കാൻ വേണ്ടി അവള് മൊഴിയൂല. ഇതാണ് സാക്ഷാൽ മൂർഖൻ പാമ്പ്. ആര് മകുടി ഊതിയാലും ആ വഴി ഇഴയുന്ന സാക്ഷാൽ വെമ്പാല. നടി നോക്കി പേടിപ്പിക്കാടി. എടി, എന്താ ഹോസ്പിറ്റലിൽ സംഭവിച്ചെന്ന്? അവര് പുറത്തിറങ്ങുമ്പോ അവരോട് തന്നെ ചോദിക്കും. എനിക്ക് പറയാൻ മനസ്സില്ല. നിങ്ങൾക്ക് ആർക്കും എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കേയില്ല. അതാ നിങ്ങളോടത് പറയാനേ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞത്. മീനാക്ഷി, എന്താ മീനാക്ഷി നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? അല്ല മീനാക്ഷി, ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണ്ടേ? സൊല്യൂഷൻ അയാൾ പറഞ്ഞു തന്നില്ലേ, ആ ഡോക്ടർ? കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അവൾ ഇതിനെ എറിഞ്ഞിട്ട് പോയ അന്ന് മുതല് ഞാൻ ഇതിനെ ബേബി ഫുഡ് കൊടുത്ത് വളർത്തി. ഇതുവരെ ഇതിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഡോക്ടർ പറയുന്നു ഇതിന് മുലപ്പാല് കൂടിയേ തീരൂന്ന്. കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി തീരെ കുറവാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അതാ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത്. വൈദ്യശാസ്ത്രം പഠിച്ചവരവരൊക്കെ അവര് പറയുന്നത് നമ്മൾ കേട്ടേ പറ്റൂ. കേട്ടല്ലോ, അവള് വിചാരിച്ച കാര്യം നടന്നു. അവളിതിന് പാല് കൊടുത്തല്ലോ. അവള് നിങ്ങളെ മാത്രല്ല, ഈ ലോകത്തുള്ള സകലരെയും ചതിക്കുന്നവളാ. അവളുടെ പാല് കുടിച്ച് വളർന്നാലേ ഈ കൊച്ചുറക്കത്തിൽ നിങ്ങളെ വെട്ടിക്കൊല്ലും. മീനാക്ഷി, എനിക്ക് ഒരു താല്പര്യമില്ലാത്ത കാര്യമാണ് കുഞ്ഞിനെ അവളോട് അടുപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ കുട്ടിക്ക് അസുഖമൊന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷേ നിങ്ങളെക്കാൾ ഏറെ ടെൻഷൻ എന്റെ ഈ കുഞ്ഞിന്റെ കാര്യത്തില് എനിക്കുണ്ട്. അത് നിന്നെക്കാളേറെ എനിക്കറിയാം മീനാക്ഷി. പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് മറ്റു ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പോ നമ്മുടെ കൺമുന്നിൽ വെച്ചല്ലേ ആ കാര്യം ഉണ്ടായത്. കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ കുഞ്ഞ് അവള് പാല് കൊടുത്തപ്പോ കരച്ചില് നിർത്തി, അസുഖം മാറി. ഞാനിപ്പോ എന്താ വേണ്ടത്? അവള് കുഞ്ഞിന് പാല് കൊടുക്കാൻ നമ്മൾ അനുവാദം കൊടുക്കണം. അതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാവരുമായിട്ട് ആലോചിക്കണം.